ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പുട്ടാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മിക്കവർക്കും പുട്ട് വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഗോതമ്പ് പുട്ട്. പക്ഷേ ഗോതമ്പ് പുട്ട് തയ്യാറാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പൊടി വറക്കുമ്പോഴും നനയ്ക്കുമ്പോഴും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ അത് ഹാർഡായിട്ടിരിക്കും. സോഫ്റ്റ് ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാനിലേക്ക് 4 കപ്പ് ഗോതമ്പ് പൊടി ഇടഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. കടയിൽ നിന്ന് തൂക്കി വാങ്ങിയ ഗോതമ്പ് പൊടിയാണ്. ഇത് ചെറിയ തീയിലിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 3 മിനിറ്റോളം തുടരെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഗോതമ്പ് പൊടി നല്ലവണ്ണം ചൂടാകും. മാത്രമല്ല ഗോതമ്പ് പൊടി റോസ്റ്റ് ആയതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരികയും ചെയ്യും. ഈ സമയം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പിൽ നിന്നും പാത്രം മാറ്റി വെക്കാം. വറുത്ത പാനിൽ നിന്നും ഗോതമ്പ് പൊടി ഒരു ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പൊടിയെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം. പൊടി നനച്ചെടുക്കുന്ന ഇളം ചൂടുവെള്ളത്തിലാണ്. ഒരു പാത്രത്തിൽ സ്റ്റൗവിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കൈ തൊടാൻ പറ്റുന്ന ചൂട് മതി വെള്ളത്തിന്. പച്ചവെള്ളത്തിൽ പൊടി നനച്ചെടുത്താൽ കുറച്ച് ഹാർഡായിരിക്കും. അതേസമയം ഇളം ചൂടുവെള്ളത്തിൽ നനച്ചെടുത്താൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് പൊടി നനച്ചെടുക്കാം. വെള്ളത്തിന് ചൂടുള്ളതുകൊണ്ട് ആദ്യം പൊടി ഒരു സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കാം. പൊടി നനച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ. വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുത്ത് നനച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ച് പൊടി നനച്ചു കൊടുത്ത ശേഷം പിന്നീട് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ പൊടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. മിക്സിയിൽ അരച്ചെടുക്കുന്ന മൂഡിലല്ല, ചതച്ചെടുക്കുന്ന മൂഡിലാണ് അടിച്ചെടുക്കേണ്ടത്. നനച്ച് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം. പുട്ടുകുറ്റി കുക്കറിൽ വെച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. കുക്കറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവി വന്നു കഴിയുമ്പോൾ പുട്ടുകുറ്റി ഒന്ന് വെച്ച് കൊടുത്ത് ചൂടാക്കിയെടുക്കാം. പുട്ടുകുറ്റിയിൽ നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് പുട്ടുകുറ്റിയിലേക്ക് പൊടിയും തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങായും പിന്നീട് പുട്ടുപൊടിയും ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞും തേങ്ങായും വീണ്ടും പുട്ടുപൊടിയും ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ലെയറായിട്ട് തേങ്ങായും പുട്ടുപൊടിയും പുട്ടുകുറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പുട്ടുകുറ്റി കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് ആവി വന്നു കഴിയുമ്പോൾ പുട്ട് റെഡിയാകും. 4 മിനിറ്റ് നല്ലവണ്ണം ആവി വന്നു കഴിയുമ്പോൾ പുട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുക്കറിൽ നിന്നും കുറ്റിയെടുത്ത് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് പുട്ട് കുത്തിയിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റും പെർഫെക്റ്റുമായിട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ചെയ്ത പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ട് റെഡിയാക്കിയെടുക്കാം. നല്ല ചൂട് ഗോതമ്പ് പുട്ട് സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വളരെ നല്ലതാണ്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഗോതമ്പ് പുട്ട് റെഡിയാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.